മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചിലർ അങ്ങനെയാണ്. അവർ വന്നു പോകുന്ന സമയം ചെറുതാണെങ്കിലും അവർ തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. ഒറ്റയ്ക്കായവരിൽ പലരും തങ്ങളെക്കാളേറെ ആരെയൊക്കെയോ വിശ്വസിച്ചവരാണ്. മറ്റാരേക്കാളും അവരും ജീവിതത്തിൽ പലർക്കും വിലയും വലിപ്പവും നൽകിയതാണ്. ഭക്തരെ, ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട ഉറുമ്പുകൾ വഴിയോര കാഴ്ചകൾ കണ്ട് മയങ്ങി നിൽക്കാറില്ല. അർത്ഥവത്തായ മൗനമാണ് പലപ്പോഴും അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത്. പ്രകടിപ്പിക്കാത്തതൊന്നും സത്യമല്ല. പ്രകടിപ്പിക്കാത്തതൊന്നിനും ഒരു വിലയും ഉണ്ടാകില്ല. അത് സ്നേഹമായാലും പ്രണയമായാലും ദേഷ്യമായാലും ശരി. പ്രകടിപ്പിക്കാതിരുന്നാൽ അത് ആരുമറിയാതെ ജീവനില്ലാത്ത ജഡം പോലെ അർത്ഥമില്ലാത്തതായിത്തീരും. ഭക്തരെ, ഹൃദയത്തിനേറ്റ മുറിവുകൾ മറവി എന്ന ദിവ്യ ഔഷധം കൊണ്ട് ഉണക്കിയെടുക്കുന്നവരും മറവി എന്ന ഭാഗ്യം കൊണ്ട് ജയിക്കുന്നവരും ഓർമ്മയുടെ വീര്യം കൊണ്ട് തോൽക്കുന്നവരുമുണ്ട്. മറക്കണമെന്ന് പറഞ്ഞു പോകുന്നവർ മറവിയുടെ വാതിലിൻ്റെ താക്കോലുമായാണ് പോകുന്നത്. ഇന്നലകളിൽ വേദനിപ്പിച്ചവരെ നോക്കി പുഞ്ചിരിക്കണമെങ്കിൽ പലതും നിങ്ങൾ മറക്കണം. ഭക്തരെ, മനസ്സ് പിടയുമ്പോൾ കൂടെയുള്ള മനുഷ്യർക്ക് ഹൃദയം കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര കാലം കൂടെയുണ്ടായിട്ടും എത്ര പേരുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ആഗ്രഹങ്ങളല്ല, തീരുമാനങ്ങളുമല്ല, സാഹചര്യങ്ങളാണ് മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നത്. ഭക്തരെ, നിങ്ങളുടെ താഴ്ച കാണുമ്പോൾ ചിരിക്കുന്നവർ നിങ്ങളുടെ ഉയർച്ച അത്രമാത്രം ഭയപ്പെടുന്നു. ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഹൃദയം തകർത്ത ഓർമ്മകൾ, കാലിയായ കീശകൾ, പ്രയാസകരമായ സമയങ്ങൾ, പരാജയങ്ങൾ. എന്തിനോടെങ്കിലും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം. ഭക്തരെ, കാര്യം നടക്കാൻ വേണ്ടി സ്നേഹം നടിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അവരോളം സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ ആർക്കും കഴിയില്ല. ഭക്തരെ, ഓരോ അനുഭവങ്ങളും തിരിച്ചറിവുകളാണ്. തിരുത്താൻ പറ്റിയതും പറ്റാത്തതുമായ തിരിച്ചറിവുകൾ. കൂടെ നിൽക്കാൻ കരഞ്ഞ് കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഒരു ബന്ധവും നിങ്ങളെ വിട്ടുപോവില്ല. താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും. അതേസമയം നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിച്ചാലും പിടിച്ചു നിൽക്കും. ഭക്തരെ, ചിലതൊക്കെ അസഹനീയമാണ് എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ തിരുത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ, ചിലതൊക്കെ പൊട്ടിച്ചെറിയാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം എന്നും തടവറയിലായിരിക്കും. ഭക്തരെ, മാറ്റാൻ സ്വന്തം കുറവുകളും തിരുത്താൻ സ്വന്തം തെറ്റുകളും ഉള്ളപ്പോൾ എന്തിനാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ തേടി നടക്കുന്നത്? ഭയക്കുക പാമ്പിനെ പോലെ വിഷമുള്ളവരെയും ഓന്തിനെ പോലെ നിറം മാറുന്നവരെയും. നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുന്ന കാര്യം ഒരിക്കൽ നിങ്ങളെ തേടി വരും. ചിലതൊക്കെ എത്ര കയ്പുള്ളതാണെങ്കിലും ഉൾക്കൊള്ളാൻ പഠിക്കണം. അല്ലാത്ത പക്ഷം പ്രതീക്ഷയുടെ പടുകുഴിയിൽ വീണ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകും. ഭക്തരെ, ആർക്കും നിങ്ങൾ അധികം വെളിച്ചമാകരുത്. കാരണം ആവശ്യം കഴിഞ്ഞാൽ അവരത് അണയ്ക്കും. ചിലയിടത്ത് ബുദ്ധി ജയിക്കും, ചിലയിടത്ത് ശക്തി ജയിക്കും. പക്ഷേ ബന്ധങ്ങളിൽ മിക്കപ്പോഴും ജയിക്കുന്നത് ക്ഷമയായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.